ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ഡെസ്ക് ഡെക്കോറാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് A4 സൈസ് അളവിലുള്ള കളർ പേപ്പറാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒറ്റ കളറിലുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ നമ്മൾ ഈ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ആദ്യമേ രണ്ടായിട്ടൊന്ന് മടക്കി പിന്നെ അത് ഒന്നുകൂടി മടക്കിയെടുത്ത് അതിനുശേഷം കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ സർക്കിൾസ് വരച്ചെടുക്കുക. ഒരേ അളവിലുള്ള സർക്കിൾസ് വേണം വരയ്ക്കാനായിട്ട്. ഒരു 3 സർക്കിൾസ് എനിക്ക് ഈ പേപ്പറിനകത്ത് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ പേപ്പറിനകത്തെന്ന് വെച്ചാൽ ഈ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു 3 സർക്കിൾസ് എനിക്ക് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ 3 സർക്കിൾസ് ഞാൻ വരച്ചെടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള അളവിൽ സർക്കിൾസ് വരച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എനിക്കിതാ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. ഇവിടെ ഒരു സർക്കിൾ ഞാൻ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് 4 പീസസാണ് കിട്ടുന്നത്. അതേപോലെ എല്ലാ ഷീറ്റ്സും ഇതേപോലെ നമ്മൾ A4 സൈസ് ഷീറ്റ്സ് ഒരു 3-4 ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ഫോൾഡ് ചെയ്ത് സർക്കിൾ വരച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് സർക്കിൾ പീസസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് ഓരോ സർക്കിൾ പീസും എടുത്ത് കാണുന്നത് പോലെ മടക്കുക. നല്ലതുപോലെ മടക്കുക. മടക്കിയതിന് ശേഷം ഗം ഉപയോഗിച്ച് ഒട്ടിക്കുക. ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഒട്ടിച്ച് കൊടുത്തേക്കുന്നത്. കാരണം പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് ഗ്ലൂ ഗൺ യൂസ് ചെയ്തേക്കുന്നത്. എല്ലാ സർക്കിൾസും ഇതേ ഷേപ്പിൽ നമുക്ക് ഒരു കോൺ ഷേപ്പിലാണ് ഇപ്പോൾ ഞാൻ മടക്കി എടുത്തേക്കുന്നത്. ഈ കോൺ ഷേപ്പിൽ വളരെ സിമ്പിളായിട്ട് മടക്കാൻ പറ്റും. മടക്കിയെടുത്ത് ഒട്ടിച്ചൊട്ടിച്ച് മാറ്റി വയ്ക്കുക. പല പല കളറിലുള്ള പേപ്പർ അവൈലബിൾ ആണെങ്കിൽ അത് വെച്ച് തന്നെ ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ഒറ്റ കളറാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഒരു കളർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒരു കളർ വെച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് ഇതേപോലെ കുറേ കോൺസ് നമുക്ക് കിട്ടും. ഇനി ഇതാ ഒരു ഗ്രീൻ കളറിലെ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു ചെറിയ റെക്റ്റാങ്കിൾ പീസിൽ കട്ട് ചെയ്തെടുത്തേക്കാണ്. അത് ഇതേപോലെ ചുരുട്ടി കൊടുക്കുക. ചുരുട്ടി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മുറിച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്ന ഓരോരോ ഫ്ലവറും നമുക്ക് ഇതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്പം നീളത്തിൽ ഇതേപോലെ ചുരുട്ടി എടുക്കുക. ചുരുട്ടി എടുത്തിട്ട് ആ ടിപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അത് ഇളകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് അതിനകത്ത് ഏറ്റവും മുകളിലായിട്ട് ഒരെണ്ണം ഒട്ടിച്ചു. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെ അടുത്തൊരു കോൺ എടുത്ത് നമ്മൾ വീണ്ടും ഒട്ടിച്ചു. അങ്ങനെ താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. താഴെ ഒട്ടിച്ചിട്ട് അപ്പുറം ഇപ്പുറം സൈഡിലും കൂടി നമ്മൾ നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിക്കുമ്പോൾ വളരെ വേഗം തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം എനിക്കിത് ഇത്രയും ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു 4 ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ചെയ്തേക്കുന്ന ഫ്ലവേഴ്സ് നമുക്കിനി ഫ്ലവർ വേസിനകത്ത് വെച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ? ഇത് ഫ്ലവർ വേസിനകത്ത് വെച്ചതിന് ശേഷമുള്ളതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വളരെ മനോഹരമായിട്ട് നമ്മൾ ഫ്ലവർ വേസിൽ ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ലീഫ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ഇടയ്ക്ക് ലീഫൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്കിതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.